മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ വരുന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട്. താഴെ തല വിളിച്ചിരിക്കുന്നു. കണ്ടിട്ടില്ല പോലും. വമ്പൻ സ്രാവാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 1985 ഫെബ്രുവരി 2. ഇന്ന് എൻ്റെ മുഖത്ത് നിങ്ങൾക്കൊരു സന്തോഷം കാണാൻ കഴിയുന്നില്ലേ? അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഏകദേശം ഒരു 5-6 ആഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ അൻഷുവിനെ കൊണ്ടിട്ട് പുറത്തൊന്നും കറങ്ങാൻ പോകാറില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇതാ നമ്മളിപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് അൻഷു ഇപ്പോൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പാവം കുറേ ആയില്ലേ വീട്ടിൽ തന്നെ ഇരിക്കണേ. അപ്പോൾ നമ്മൾ അൻഷുവിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ ബേപ്പൂരുള്ള പുളിമൂട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ സീനിയർ സിറ്റിസൺസ് എല്ലാവരും ഉണ്ട്. ശരത്തേട്ടൻ്റെ അച്ഛൻ്റെ ഏട്ടന്മാരും അതുപോലെ അവരുടെയൊക്കെ വൈഫും പിന്നെ മക്കളും അങ്ങനെ എല്ലാവരും കൂടിയാണെന്ന് ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുളിമൂട്ടിലേക്കാണ്. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അന്ന് ഞാൻ വരുന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരം വൈകുന്നേരത്തെ ഈ സമയത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചുറ്റും നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് നോമ്പ് ഇറക്കാനുള്ള എല്ലാവരും ഓരോ തയ്യാറെടുപ്പ് നടത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ. സത്യം അല്ലേ? അടിപൊളി. ലൈറ്റ് മോനെ ലൈറ്റ്. ഇവിടെ ഒരാൾ ലൈറ്റ് നോക്കി നടക്കുക. ആരും പൊളിക്കാതിരിക്കട്ടെ. അതെ, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് നശിപ്പിക്കാതിരിക്കട്ടെ. ചാടനൊക്കെ ഇങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ടൊരു യാത്ര, അത് ഞങ്ങൾ പൊതുവെ കുറവാട്ടോ. ആരെയും അങ്ങനെ അതിനനുസരിച്ച് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് പോകാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പണിയൊക്കെ നേരത്തെ തീർത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ അൻഷു മാത്രമാണ് ഇപ്പോൾ അതിൽ മാസ്ക് ഇട്ടത്. പൊടിയും കാര്യങ്ങളൊന്നും ഇനി വരരുതല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്കൊക്കെ ഇടിച്ചിട്ടാണ് പുറത്തേക്ക് ഇറക്കിയത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് മാസ്ക് വെച്ച് കളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ എത്രയെന്ന് വെച്ചിട്ടാണ് മക്കളെ നമ്മളിപ്പോൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കാം. പിന്നെ ആരൊക്കെ ഉണ്ട് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചപ്പോൾ ആമിയും മാഷിയും അരവും എല്ലാവരും റെഡി ആട്ടോ. ഗിരിജമായും സാമാമിയും ഭയങ്കര ആക്റ്റീവായിരുന്നേ. അവർ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനും കളിക്കാനും ഒക്കെ റെഡിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ 2 റൊമാൻറ്റിക് കപ്പിൾസിനെ കണ്ടു. അവിടെ നോക്കി നിൽക്കാതെ വാ അമ്മേ. വീഡിയോ കളിക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അൻഷുവിനെ സംബന്ധിച്ചിട്ട് അവനിപ്പോൾ സർജറി കഴിഞ്ഞതുകൊണ്ട് ഞങ്ങളിപ്പോൾ കളിക്കാനൊന്നും അധികം അങ്ങോട്ട് വിടാറില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊക്കെ അത് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പിടിച്ച് വെച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഓടി കളിച്ച് ഇപ്പോൾ ഇവിടെ ഒരു ആകെ ജഗ പുകയാക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണേ. കടലിനെ പ്രണയിച്ച നമ്മുടെ ചുവന്ന സുന്ദരനായിട്ടുള്ള ആ സൂര്യൻ കടലിലേക്ക് ആഴ്ന്ന് പോകുന്ന ആ ഒരു സീനുണ്ടല്ലോ, എത്ര മനോഹരമല്ലേ. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് കുറേ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. പിന്നെ കുറേ ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ പകുതി വഴിക്കിരുന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നേരെ നോക്കുന്ന സമയത്ത് ചാലിയം കാണാം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ. 2 റൊമാൻറ്റിക് ജോഡികൾ ഇവിടെ ഇരുന്ന് കുറുകുക. പ്രണയ സല്ലാപം. ഫാമിലീൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വന്നിട്ട് നമുക്ക് വൈബ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇതുപോലെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുമ്പോൾ നല്ല രസമായിരുന്നു.
വല്യച്ഛൻ ഫസ്റ്റ് വല്യമ്മേനെ കണ്ടില്ലായിരുന്നോ? ആ ഒരു എക്സ്പീരിയൻസ് വല്യച്ഛൻ പറ വല്യമ്മേനെ കണ്ടപ്പോ ഉള്ള വല്യമ്മ താഴെ തല കുഴിച്ചിരിക്കുന്നു. വല്യമ്മ നോക്കിയിട്ടേ ഇല്ല വല്യച്ഛനെ, കണ്ടിട്ടേ ഇല്ല. അന്ന് മീശയൊക്കെ വെച്ച് ഭയങ്കര ഗൗരവത്തിലിരുന്ന് അമ്പടാ. സാമാമയുടെ എക്സ്പീരിയൻസ് ഗിരിജമ്മ കണ്ട ആ കൃതാവൊക്കെ വെച്ചിട്ട് ആ പുള്ളിക്കുപ്പായത്തില് ഗിരിജമ്മായി വീണൂല്ലേ. കടത്തനാടൻ ബന്ധത്തിൽപ്പെട്ടതുകൊണ്ട് അങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. രമേശിന്റെ അച്ഛനാണ് അതിന്റെ ഉത്തരവാദി. 2-3 പെണ്ണ് കാണാനല്ലോ പോയിരുന്നു അങ്ങ് താനൂര് തിരൂര് ആ ഭാഗത്തേക്ക്. അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. നമ്മൾ കൊടുക്കാൻ പലരും നോക്കി ഇഷ്ടപ്പെട്ട് പോന്നു. അവസാനം അതിലും വലിയൊരു മീനിന്റെ അടുത്താണ് വന്നത്. സ്രാവിന്റെ അടുത്താണ്. വമ്പൻ സ്രാവാണ്. അവിടെ ഞാനന്ന് ചോമ്പാലയിലായിരുന്നു. ചോമ്പാല എക്സ്ചേഞ്ചിൽ പെട്ടെന്ന് കാണാൻ ഒരു പെട്ടെന്ന് തലശ്ശേരി ഹർത്താലാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. രാവിലെ ഒരു ബോംബ് സ്ഫോടനം, 3-4 പേര് മരിച്ച്. പകരം വീട്ടാൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPM-ഉം RSS-കാരും തമ്മിലുള്ള പക്ക ഫൈറ്റ് ആയിരുന്നു അന്ന് അവിടെ. അങ്ങനെ അതിങ്ങനെ തുടർന്നു. അത് ഒരുപാട് കാലം തുടർന്നു. ഇപ്പം നല്ല അത്രയൊന്നുമില്ല. ഏതാണ്ട് ജനങ്ങൾക്ക് ഒരുവിധ സമാധാനത്തിലേക്ക് എത്തിപ്പോയി. പക്ഷെ നല്ലൊരു സ്ഥലമാണ് തലശ്ശേരി ചെമ്പാട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് സാമാമ അവിടെ തന്നെ വീട് വെച്ചു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 1985 ഫെബ്രുവരി 2. നിങ്ങളെ എക്സ്പീരിയൻസ്. അച്ഛൻ തിരിഞ്ഞിരിക്കുക. അച്ഛന്റെ മീശയിലോ ബൊമ്മ ഇങ്ങനെ ഉണ്ടാവുക അല്ലേ? അന്നാ പഴയ ഫോട്ടോയിലാ മീശ. എന്നിട്ട് അച്ഛാ ഓർമ്മിക്കാൻ പറ്റൂലെന്ന്. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്തെ ഭിന്നശേഷി കുട്ടികൾക്കായിട്ട് തുക സമാഹരിക്കാനായിട്ട് 2 പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളാൽ കഴിയുന്ന ചെറിയൊരു സംഭാവന അവർക്ക് നൽകി. നമ്മളാൽ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചിലപ്പം അവർക്കത് കൂട്ടി വയ്ക്കുമ്പോൾ വലിയൊരു സഹായമായിട്ട് മാറും. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഉപ്പിലിട്ടത് വാങ്ങണമല്ലോ. അങ്ങനെ ഉപ്പിലിട്ടത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്താണിത്. മാമിക്ക് എന്താ വേണ്ട? മാങ്ങ വേണോ, നെല്ലിക്ക വേണോ, എന്താ വേണ്ടേ? മാഷ് എന്താ പറയണേ? പൈനാപ്പിൾ. ഗിരിജമ്മക്ക് എന്താ? പൈനാപ്പിൾ. ഒരു പൈനാപ്പിളും കൂടി. അമ്മയ്ക്ക് വേണ്ട? നിങ്ങൾ ആരും ഉപ്പിലിട്ട് കഴിക്കില്ല? വല്ലപ്പോഴൊക്കെ ഒന്ന് കഴിക്ക. ഭാര്യമാരെന്തും കഴിച്ചോട്ടെ. എനിക്ക് എന്തൊരു സ്നേഹം. വീഡിയോ അതിനെക്കൊണ്ടേ മറന്ന് ആണല്ലേ? അതിനായിക്കോട്ടെ, പൈസ കൊടുത്താൽ മതിയെന്ന്. അതെ. നാരങ്ങ മിഠായി എല്ലാവർക്കും അതൊന്ന്. ഓ
ഇതാന്നോ ഇതാ ടാട്ടനെ വിളിക്കണ ഒരു വാവ. സാമാമ കൊടുത്തോ? എന്നിട്ട് മതി എനിക്ക് തിന്നാൻ കൊടുത്താലേ സമയമേ കുറച്ച് ദൂരെ കുറച്ച് ഇട്ട് എടുത്തേക്കോ. ആർക്കാ ജീരകമിഠായി? അത് കേക്കണ്ട. താങ്ക് യു. ഒരു ആസ്വദിക്കുന്ന കണ്ടോ ബിരിയാണി കൊണ്ട്? നാരങ്ങ മുട്ടയിൽ റിലാക്സ് ഫാത്തിമേനെ കുറിച്ചാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞു അവന് വിശക്കുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു നോമ്പ് തുറ അവിടെ കൊറേ നടക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പന്തിയിൽ പോയി ഇരുന്നു. അല്ല, മൂപ്പര് നേരത്തെ അവിടെ ബിരിയാണി കഴിക്കാൻ ഒരിടത്ത് വെച്ചത് കണ്ടപ്പോഴേ ഇവിടുന്ന് പറഞ്ഞില്ലായിരുന്നു, ചാച്ചി നോക്ക് ബിരിയാണിക്ക് ഒരു കൊണ്ടുവന്നത്. അതാ പറഞ്ഞേ, അവിടെ എവിടെയെങ്കിലും പോയിരുന്നാലും അവര് ഭക്ഷണം തരും. അവിടെ പോയി ഓടിപ്പോയി, നാണിച്ച് ഓടിപ്പോയി. അതവിടെ. ഇവിടെ മാത്രം ലൈറ്റ് ഇല്ല, ഈ ഭാഗത്ത് മൊത്തം ഇരുട്ടാ വരുന്നത്. കാറിൽ വന്നവരൊക്കെ കാറിലേക്ക്, ഓട്ടോയില് വന്നവര് ഓട്ടോയിലേക്ക്, ഓട്ടോയില് വന്നവര് ഓട്ടോ. നിങ്ങളെ കയ്യിൽ പോയിക്കോ. അൻഷു എവിടെ? ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കൂട്ടിയിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ, വലിയ ദൂരത്തേക്കൊന്നും വേണമെന്നില്ല, ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളെ ബന്ധങ്ങളുടെയൊക്കെ വില മനസ്സിലാക്കാൻ കുഞ്ഞു കുട്ടികളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ വരുന്ന വഴിക്കേ മക്കൾക്കൊക്കെ വിശന്നിട്ട് അവർ ഓരോ ഓർഡർ പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു ബിരിയാണി വേണമെന്ന്, പിന്നെ പൊറോട്ടയാക്കി, പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പൊറോട്ടയും ബിരിയാണിയും ഒക്കെ മിക്സാക്കി വാങ്ങിച്ചു. മാഷിയും ആമിയും ആരവും ബിരിയാണി കഴിച്ചു, അൻഷും ബാക്കി ഞങ്ങളെല്ലാവരും പൊറോട്ടയും കഴിച്ചു. അതിൻ്റെ കൂടെ കറിയായിട്ട് മാങ്ങയിട്ട മീൻകറിയും, പിന്നെ അതുപോലെ കുരുമുളകിട്ട ചിക്കൻ കറിയും, പിന്നെ ബീഫ് പള്ളിക്കറിയും വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അൻഷു എന്നോട് ചോദിച്ചത്, ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറയില്ലല്ലോ അമ്മേന്നാ. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഫുഡ് മാത്രമല്ല കഴിക്കേണ്ടത്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും ഇതുപോലെ തന്നെ കഴിക്കണം മോനെ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുക ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.